എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരളത്തിൽ വളരെയധികം ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കാനാണ്. അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്ന ഒരു വാക്കിനെക്കുറിച്ച്. എന്താണത്? ഇന്നത്തെ ലോകത്ത് അതിൻ്റെ പ്രസക്തി എന്താണ്? എത്രത്തോളം സത്യമുണ്ട് എന്ന് നമ്മുടെ ഒരു അഭിപ്രായം അറിയിക്കാനാണ് എത്തിയിരിക്കുന്നത്. ഈ സമാധി എന്ന വാക്കിന് 2 അർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ ആത്മീയ ധ്യാനത്തിൻ്റെ ആഴത്തിലുള്ള അവസ്ഥ. നമ്മൾ ധ്യാനത്തിൻ്റെ അവസാന ആഴത്തിലെത്തുമ്പോഴുള്ള നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആ മുഴുകിയിരിക്കുന്ന അവസാനത്തെ ആ ആഴത്തിലുള്ള അവസ്ഥയെ നമ്മൾ സമാധി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ അർത്ഥമെന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരുടെ ശവസംസ്കാര രീതിയെയും നമ്മൾ സമാധി എന്നാണ് പറയുന്നത്. ഈ 2 ഏത് തന്നെയായാലും ഇതിനെ 2നെയും പറയുന്നത് സമാധി എന്നാണ്. ഈ സമാധിയെക്കുറിച്ച് പറയുമ്പോൾ ഈ മാസം 9-ാം തീയതി, അതായത് 2025 ജനുവരി 9-ാം തീയതി തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമി എന്ന വ്യക്തി സമാധിയിൽ പ്രവേശിച്ചുവെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം അവകാശപ്പെടുകയാണ്. കുടുംബം അദ്ദേഹത്തെ വീട്ടിൽ തന്നെ അടക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ഗോപൻ സ്വാമിയുടെ നാട്ടുകാർ പോലീസിൽ പരാതി നൽകുകയുണ്ടായി. ഈ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. മൃതദേഹം പുറത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ കുടുംബാംഗങ്ങളും ചില ഹിന്ദു സംഘടനകളും ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തി. ഇവർ പറയുന്നത് മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ മൃതദേഹം പുറത്തെടുത്തു കഴിഞ്ഞാൽ, ഈ അടക്കം ചെയ്തിട്ടുള്ള ഈ മൃതദേഹം പുറത്തെടുത്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ സമാധിയുടെ പവിത്രത നഷ്ടപ്പെടുത്തുമെന്നും അതുപോലെ തന്നെ ആ ബന്ധുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇതിനാൽ ജനുവരി 13-ാം തീയതി നടന്ന മൃതദേഹം പുറത്തെടുക്കുന്ന ആ ഒരു പ്രവർത്തനം ഈ കുടുംബക്കാരും അതുപോലെ തന്നെ ഇവരുടെ കൂടെ ഒപ്പം എത്തിയ ചില ഹിന്ദു സംഘടനകളും കൂടി തടഞ്ഞ് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ എങ്ങനെയാണ് ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതപരമായ അല്ലെങ്കിൽ മതവികാരം വ്രണപ്പെടുന്നത്? എങ്ങനെയാണ്? ഇവരുടെ കുടുംബം തന്നെയാണ് അവകാശപ്പെടുന്നത് ഗോപൻ സ്വാമി സമാധിയായി എന്ന്. മറ്റൊരു നാട്ടുകാർക്കോ മറ്റൊരു വീട്ടുകാർക്കോ ഇതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല, അല്ലെങ്കിൽ യാതൊരു അറിവുമില്ല ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയതെന്ന്. ഈ വീട്ടുകാർ അവകാശപ്പെടുന്നത് മാത്രമാണ് മറ്റുള്ളവർക്കുള്ള അറിവും, അല്ലേ? വീട്ടുകാരാണ് പറയുന്നത് ഇദ്ദേഹം സമാധിയായി. കഥകൾ മൊത്തം പറയുന്ന വീട്ടുകാരാണ്. ഇതിന് മറ്റൊരു ദൃക്സാക്ഷിയില്ല. ഇദ്ദേഹം മരണപ്പെട്ടതുപോലും മറ്റുള്ളവരറിയുന്നത് എങ്ങനെയാണ്? നോട്ടീസുകളിലൂടെയും ഫ്ലെക്സുകളിലൂടെയൊക്കെയാണ് നാട്ടുകാരറിയുന്നത് സ്വന്തം അയൽപക്കത്തെ വീട്ടിലെ ഗോപൻ സ്വാമി മരിച്ചുവെന്ന്. മറ്റുള്ളവർ മൃതദേഹം കാണുകയോ എങ്ങനെയാണ് ഇതൊക്കെ നടന്നതെന്നല്ല ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല. ഇതിനെല്ലാം ദൃക്സാക്ഷികൾ ഗോപൻ സ്വാമിയുടെ കുടുംബക്കാർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തു വരേണ്ടത്, എന്താണ് സംഭവിച്ചത് എന്ന് പുറത്തു കൊണ്ടുവന്ന ഓരോ മനുഷ്യരും അറിയേണ്ടത് എല്ലാവരുടെ അവകാശമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഗോപൻ സ്വാമി ഇന്നലെ വരെ ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും അറിയണം, അല്ലേ? അത് സമാധി ആയിക്കോട്ടെ മറ്റെന്തുമായിക്കോട്ടെ, അതിവിടെ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും അറിയണം. ഈ നരബലി പോലെ ഇത്രയും മൃഗീയമായിട്ട് ഈ ലോകം കടന്നു പോകുമ്പോൾ നരബലി പോലുള്ള മൃഗീയമായ സംഭവങ്ങൾ, നമ്മൾ ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളുമാണ് ഓരോ ദിവസവും നമ്മുടെ മൊബൈൽ എടുത്താലും വാർത്തകൾ വായിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ പത്രങ്ങൾ എടുക്കുമ്പോഴും ഒക്കെ നമ്മൾ കാണുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണല്ലേ. ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വാർത്തകളാണ്. അപ്പോൾ ഈ നരബലി പോലുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഗോപൻ സ്വാമിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ്. പ്രായമായ അച്ഛനമ്മമാർ പല വീടുകളിലും ഒരു ബാധ്യതയായി വരുമ്പോൾ ഇതുപോലെ നാളെയും സമാധികൾ സംഭവിച്ചേക്കാം. അവരെ ഇതുപോലെ സ്ലാബിനകത്ത് മൂടിയിട്ട് സമാധി എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ അത് തുറന്നു നോക്കിയാൽ അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുമെന്ന് അവകാശപ്പെട്ട നാളെ ഒരുപാട് അച്ഛനമ്മമാർക്ക് ഈ സമാധികൾ സംഭവിച്ചേക്കാം. ഞാൻ
പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് സമാധിയാണെന്നോ സമാധി അല്ലെന്നോ അല്ല, അവിടെ എന്താ സംഭവിച്ചതെന്ന് മറ്റുള്ളവരിലേക്ക് എത്തണം, അല്ലേ? എന്തൊരു കാര്യം പറയുമ്പോഴും അതിനടിസ്ഥാനമാക്കി കുറേ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ വിശ്വസനീയമായ ഒരു കഥകളുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഇന്നത്തെ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന ഈ ഒരു ലോകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് പുറത്തു വരിക തന്നെ ചെയ്യണം. അതൊരിക്കലും ഒരു മനുഷ്യൻ്റെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നല്ല. മതം, വികാരം അല്ലെങ്കിൽ വിശ്വാസം എന്നൊക്കെ പറയുന്ന മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്, അല്ലേ? അതൊരിക്കലും ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതശൈലി അല്ലെങ്കിൽ ഒരു നിത്യജീവിതത്തെ ബാധിക്കേണ്ടതായിട്ടുള്ള ഒന്നല്ല. എപ്പോഴും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയായിട്ടുള്ളതായിരിക്കണം. അതുകൊണ്ട് വിശ്വാസങ്ങൾ എപ്പോഴും നല്ലതിന് വേണ്ടിയായിരിക്കണം. അത് ഈ വിശ്വാസങ്ങളെയും മതത്തെയും ഒന്നും ഈ ഒരു കാര്യത്തിൽ ഉൾക്കൊള്ളിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സമാധി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു പക്ഷേ ഗോപൻ സ്വാമിയുടെ വീട്ടുകാർക്ക് ഒരു എന്താ പറയുക, ഒരു വേതനമായിട്ട് അല്ലെങ്കിൽ ഒരു ആദായമാക്കാനുള്ള ഒരു കുടുംബക്കാരുടെ ഒരു ഐഡിയ ആയിരിക്കും ഒരു പക്ഷേ ഈ സമാധി എന്ന്. കാരണം ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ നമുക്ക് മറ്റു പല സമാധികളും അറിയാം. അതൊക്കെ ഇപ്പോൾ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അതുപോലെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് വലിയ വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ആയി മാറുമ്പോൾ ഒരു പക്ഷേ ഈ ഗോപൻ സ്വാമിയുടെ സമാധിയും നാളെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമോ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമോ മാറിയാൽ അവരുടെ കുടുംബക്കാർക്ക് അതൊരു വലിയൊരു ആദായമായേക്കാം, അല്ലെ വലിയൊരു ലാഭമായേക്കാം. ഒരു പക്ഷേ അതുമായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. എന്തു തന്നെ ആയാലും ഇതിൻ്റെ സത്യം വെളി വരിക തന്നെ വേണം. എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ലോകത്ത് ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ജീവിക്കുന്ന ഈ ഒരു ലോകത്ത് നമുക്കതിൻ്റെ സത്യം അറിയുക തന്നെ വേണം. അത് ഒരു മതവികാരത്തെയും വ്രണപ്പെടുത്തുന്നതല്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും, അല്ലേ? അതുകൊണ്ട് ഈ നിയമ നടപടികളുമായി മുമ്പോട്ട് പോവുക തന്നെ വേണം. അതിന് ആ നാട്ടിലെ വിദ്യാസമ്പന്നരായ നാട്ടുകാരുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ സഹകരണം ആ നാട്ടിലെ പോലീസുകാർക്കും ഈ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുന്ന എല്ലാവർക്കും കിട്ടേണ്ടതായിട്ടുണ്ട്. അതിന് ആ നാട്ടിലെ ചെറുപ്പക്കാരും വിദ്യാസമ്പന്നരായ ആൾക്കാരുടെയും സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്, അല്ലേ? നാളെ നമ്മുടെ കുടുംബത്തിലും ഇത് സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ള കുടുംബത്തിലും ഇത് സംഭവിച്ചേക്കാം. നമ്മൾ ബോധവാന്മാരായില്ലെങ്കിൽ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കാം, അല്ലേ? ആ നരബലി പോലുള്ള കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവരുമായി സഹകരണമില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ കാര്യം മാത്രം എന്ന് ചിന്തിച്ച് നടക്കുന്നതുകൊണ്ടാണ്, അല്ലേ? കുറച്ചൊക്കെ നമ്മുടെ അയൽവക്കത്തും നോക്കാം, അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനാവരുത് എന്ന് മാത്രം, അല്ലേ? നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് കാണാതായ നമുക്കൊന്ന് അന്വേഷിക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല, അല്ലേ? അദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്ന് അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അതുണ്ടായാൽ ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടും, അല്ലേ? അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുക, ഗോപൻ സ്വാമിക്ക് എന്താ സംഭവിച്ചതെന്ന് പുറത്തു കൊണ്ടുവരിക, അല്ലേ? അത് നമുക്ക് സമാധി പുറത്തെടുക്കുമെന്ന് നമുക്കറിയാം. അത് ഏത് രീതിയിലുള്ള സമാധിയാണെന്ന്, അക്രമാസക്തമായതാണോ, അതിന് ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്കറിയാം. ആത്മീയ പാതയിലൂടെ സമാധിയായതാണോ, അല്ലെങ്കിൽ അക്രമാസക്തമായി അദ്ദേഹത്തിനെ സമാധിയാക്കിയതാണോ എന്നൊക്കെ നമുക്കത് നമ്മുടെ ഈ ലോകത്ത് വിദ്യാസമ്പന്നരായ ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ ഡോക്ടർമാരും ഫോറൻസിക്കും ഒരുപാട് ആൾക്കാരുണ്ട്. ആ ലക്ഷണങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെന്തിനാണ് ഭയപ്പെടുന്നത് അത് പുറത്തെടുക്കാൻ? എന്ത് പവിത്രതയാണ് നഷ്ടപ്പെടുന്നത്? എന്ത് പവിത്രതയാണ് അതിൽ നഷ്ടപ്പെടാനുള്ളത്? ഇത് മൃതദേഹം പുറത്തെടുത്തൊരു എന്താ പറയുന്ന ഒരു മറ്റുള്ളവർക്ക് വിശ്വസനീയമായ ഒരു കഥ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിയമ നടപടികളിൽ ഒരെണ്ണം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ സമാധി അതേപടി അടച്ചു വെച്ചുകൂടെ? ഒരു പവിത്രതയും നഷ്ടപ്പെടില്ല. എല്ലാവരും തെളിവുകളുമായി വിശ്വസിക്കില്ലേ ഇവരുടെ സമാധി കഥ? അതുകൊണ്ട് എല്ലാവരും തന്നെ ഇതിനെ അനുകൂലിക്കുക. ഇതിൽ വരുന്ന സത്യങ്ങൾ മാത്രം പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപൻ സ്വാമിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.
ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഒരു എന്താ പറയുക ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതെങ്ങനെയാണ് ഒരു മതവികാരത്തെ വ്രണപ്പെടുന്നത്. ഒരു മനുഷ്യൻ്റെ മരണ വാർത്ത വന്നപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന കഥയെ ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളപ്പോൾ അതൊരിക്കലും ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതല്ല. ഏത് രീതിയിലുള്ള മരണമാണ് സംഭവിച്ചതെന്ന് ഇത് പുറത്തു വരണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു റിയാക്ഷനാണിത്. നമ്മൾ സ്വയമായി വീട്ടിൽ പറയുന്നതിന് പകരം ഒരുപാട് പേരിലേക്ക് ഈ ഒരു ചിന്ത എത്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുന്നവർക്ക് ഒരു സപ്പോർട്ട് കിട്ടും. അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം പുറത്തു വരാൻ എന്തെങ്കിലും ഒരു കാര്യമായേക്കുമെന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ സഭ്യഭാഷയിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഭഗവാൻ നേരട്ടെ എന്ന്, എല്ലാവരും സുരക്ഷിതമായിരിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.